ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്, എല്ലാം കേൾക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. കമോൺ. ടൈല് എടുത്തോ. ഒരു സൈഡിൽ നിന്ന് അങ്ങ് പൊളിച്ചടിക്കിങ് തുടങ്ങാം. ലുക്ക് എങ്ങനെയുണ്ട്? ലുക്ക് കൊള്ളാം, വെറൈറ്റി ആയത്. ആരൊരു വെറൈറ്റി ആഗ്രഹിക്കാത്തത്? എപ്പോഴും ഒരേ കോലത്തിൽ ഇരുന്നിട്ടേ ഒരു രസമല്ല. ഇങ്ങനൊക്കെ നീ മുട്ടയും കൂടെ അടിച്ചു പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം. മുട്ട അടിക്കണോ? എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സത്യം പറയാം, എനിക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. കണ്ണാടി കൂടി കഴിഞ്ഞാൽ ചെറുപ്പക്കാരനായി അറിയില്ല. അല്ലെങ്കിൽ ചെറുപ്പക്കാരനല്ലേ? അല്ല, എന്നാലും അതിൽ നിന്ന് ഒരു 5 വയസ്സ് കൂടി കുറയണ്ടേ? വേണ്ടേ? അങ്ങനെയല്ല, ഇതെന്താ രോഗം എന്ന് പറയണ്ടേ? പോടാ, അത് നിനക്ക് മാത്രം. അത് നമ്മൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ടേ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നെ നല്ല കോലത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റാണോ? എന്നിട്ടാണോ ഈ താടിയും മുടിയും കാടൊക്കെ വെട്ടിക്കളഞ്ഞു വന്നപ്പോ നീ നല്ലപോലെ അല്ലേ? അപ്പൊ അത് ശരി, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഐശ്വര്യ എന്താ പറഞ്ഞറിയോ? ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾ മുഖം ഒന്ന് ശരിക്കും കാണുന്നത്. മറ്റേതോ മൊത്തം പൊന്തക്കാടല്ലേ? അതായിരുന്നു നല്ലത്. മുഖം ശരിയായ രീതി കാണാത്തതാ നല്ലത്. വേറെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാടുകളും പുറത്തു വരും. എന്ത് പാട്? തല്ലിട്ടിയതോ? റിവ്യൂ പറഞ്ഞതിന്റെ പാടുകൾ, കഷ്ടപ്പാടുകൾ പുറത്തു വരുന്നു. ഓക്കെ ഓക്കെ. എന്താണെങ്കിലും ഫസ്റ്റ് കീഴിലേക്ക് പോവാം. ആട് 3 അനൗൺസ്മെന്റ് പോസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഒരു പരാജയപ്പെട്ട സിനിമയുടെ 3ാം ഭാഗം അനൗൺസ്മെന്റ്, അതാണ് ഇന്നലെ സംഭവിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രത്തോളം. ആട് ഫസ്റ്റ് തിയേറ്റർ ഫ്ലോപ്പ്, അതെ, യൂട്യൂബിൽ ഹിറ്റ്, അതിനുശേഷം സെക്കൻഡ് ബ്ലോക്ക് ബസ്റ്റർ, ശേഷം ഇതാ തേർഡിന്റെ അനൗൺസ്മെന്റ്. എന്തായാലും അത്യപൂർവ കാര്യമാണല്ലേ? ഷാജിപ്പാപ്പനും പിള്ളേരും അല്ലേ ഒരു പരാജയപ്പെട്ട ചിത്രത്തിന് 3ാം ഭാഗം അനൗൺസ് ചെയ്യുന്നത്. അതൊരു അത്ഭുതമാണ് ശരിക്കും. ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും മിഥുൻ മാനുവൽ തന്നെയാണ് ഡയറക്ഷൻ. പിന്നെ നമ്മുടെ വിജയ് ബാബുവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഒരു ടീം തന്നെ ഉണ്ട്. അല്ലളിയാ, പാപ്പനും പിള്ളേരും. അതെ, പാപ്പൻ കത്തനാറിന്റെ സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ആ ലുക്കിലാണ്. എന്തായാലും അങ്ങനെ തന്നെ കാണിച്ചത് നന്നായി. അല്ലെങ്കിൽ പഴയ ഒരു അത് മാറും. അനൗൺസ്മെന്റ് ഇങ്ങനെ വരുള്ളൂ. അതെ, അടുത്തത് ഷൂട്ട് തുടങ്ങുമ്പോൾ കണ്ടോണം പാപ്പന്റെ യഥാർത്ഥ കോലം. പക്ഷെ കുറച്ച് കഴിയും കേട്ടോ. ഇപ്പോഴടുത്തൊന്നും ഇല്ല കേട്ടോ സാധനം. തുടങ്ങുന്നുണ്ടാവും. എന്തായാലും അനൗൺസ്മെന്റ് എത്തി, വളരെ സന്തോഷം. ആട് 3. ഓക്കെ, നമ്മളിത് ആദ്യമേ അനൗൺസ് ചെയ്തിട്ടോ, നമ്മൾ ഇട്ടുണ്ടായിരുന്നു, കമന്റിൽ ഇട്ടുണ്ടായിരുന്നു. അടുത്തത് കത്തനാർ സിനിമയിൽ പുതിയ ഒരു അംഗം കൂടി, നമ്മുടെ പ്രഭുദേവ ഓൺ ബോർഡ്. ആളെ വിഗ്രഹം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. വിഗ്രഹമാണ് കൊടുത്തത്. ഓക്കെ, എന്തായാലും ആ സ്റ്റില് ആളെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഉണ്ടല്ലോ, അതിനു വേണ്ടി എന്തായാലും കേരളത്തിലുണ്ട്. അപ്പൊ അവിടുന്ന് പിടിച്ചേ ഇതിലൊന്ന് ചെയ്യോ എന്ന് ചോദിച്ചു. അല്ല, നമ്മൾ കോമഡിക്ക് വേണ്ടി പറയുന്നത്. സീരിയസ് ആയിട്ട് പറയട്ടെ, നല്ല രസമുണ്ട് ലുക്ക്. നേരത്തെ ഞാൻ കോമഡി പറഞ്ഞതാ. ഓക്കെ, മാറാൻ പോവാ. അജയന്റെ 2ാം മോഷണം. ഓക്കെ, സിനിമയുടെ റിലീസ് ഡേറ്റ് വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഓണത്തിൽ നിന്ന് പുറത്തേക്ക്. ഓണം റിലീസായിട്ട് എത്തുന്ന പറഞ്ഞിരുന്നത്, പക്ഷെ അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. സെപ്റ്റംബർ 2024. ജിതിൻ ലാലാണ് ഡയറക്ട് ചെയ്യുന്നത്. 3 വേഷത്തിൽ 3 ലുക്കിൽ നമ്മുടെ ടൊവിനോ തോമസ്. ഞങ്ങളൊക്കെ അങ്ങനെ പല സമയത്തും ഇങ്ങനെ ലുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു ചേഞ്ച് വേണം. എന്നാ ചേഞ്ച് തരാം. റൈഫിൾ ക്ലബ്ബുമായിട്ട് നമ്മുടെ ആഷിഖ് കപൂർ, ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, നമ്മുടെ റംസാൻ, പിന്നെ വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്. അപ്പം സൂപ്പർ സിനിമയായിരിക്കും. ആള് വന്നിട്ട് അതുമല്ല, ആള് ചെയ്യുന്നത് നല്ല ആള് വന്നിട്ടുള്ള സിനിമകളൊക്കെ വേറെ ലെവൽ ഐറ്റം ആയിരിക്കും. അതായത് വിൻസി അലോഷ്യസ് ഒക്കെ ഉണ്ട്. എന്താണെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് കടക്കുന്നില്ല. റൈഫിൾ ക്ലബ് ഐഡന്റിറ്റി
ഐഡന്റിറ്റി സിനിമ ഓണം റിലീസായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പകരം അവിടെ ഐഡന്റിറ്റി കളിക്കും അല്ലേ? ആഹാ, കൊള്ളാലോ. ടോവിനോ ഇല്ലാണ്ട് എന്ത് ആഘോഷം. അതെ, ഓണമായാലും ക്രിസ്മസ് ആയാലും സിനിമ ടോവിനോടെ തന്നെ. കലണ്ടർ ഒന്ന് മാറ്റി പിടിച്ചു. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് സിനിമ 50 കോടി ക്ലബിൽ തമിഴ്നാട്ടിൽ. വെൽ ഡൺ മൈ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് വെൽ ഡൺ എന്നല്ല. ഓക്കെ, അടുത്തത് ബെഞ്ച് മാർക്ക് ആയോ? ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ഇപ്പൊ തരാം. ഓക്കെ, കൽക്കി. ഓ അടച്ചോനെ, ഭീകര ബെഞ്ച് മാർക്ക് ആയി പോയല്ലോ. ഏതായാലും സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കാരണം. ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ മെയ് 9 എന്നുള്ള ഡേറ്റ് 13-ൽ അല്ല 13-ലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. മെയ് 9-നായിരുന്നു റിലീസ്. അതെന്തായാലും മാറ്റും. ഡേറ്റ് പുറത്തു വന്നിട്ടില്ല കേട്ടോ, പുതിയ ഡേറ്റ്. ഓക്കെ, തന്നെ വരുമായിരിക്കും. അടുത്ത കിഴി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ. നമ്മുടെ രാം ചരൺ നായകനാവുന്ന സിനിമ. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ രാം ചരനും SJ സൂര്യയും ഒരുമിച്ചുള്ള ഒരു സ്റ്റില്ലാണ്. ഈ വലിയ VIP-കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടീമാണെന്ന് തോന്നുന്നു അല്ലേ? ബോഡി ഗാർഡ്സ് ഒക്കെ പോലെ. പക്ഷെ ആള് രാഷ്ട്രീയക്കാരനായിട്ടുണ്ടല്ലോ. അത് അതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണോ? ആയിരിക്കും. കുതുകാല് വിട്ട് അതൊക്കെയാണല്ലോ അതിന്റെ ഒരു വൈബ്. കൂടെ നിൽക്കുന്നവനെ അടിച്ച് താഴ്ത്തിടുക, ഹീറോ ആവുക. അതായത് ആദ്യമൊക്കെ ഈ വലിയ രാഷ്ട്രീയക്കാരുടെ കീഴിലിങ്ങനെ ഇവരുടെ സംരക്ഷണമൊക്കെ ഒരുക്കി നടക്കുന്ന ഒരാളായി, വലിയൊരു ഓഫീസർ ആയിട്ട് ഒരു ക്യാരക്ടർ. ശേഷം ആള് എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അത് തന്നെയാവും ഗെയിം ചേഞ്ചർ. അതാണല്ലോ ഗെയിം ചേഞ്ചർ എന്നുള്ള പേര്. ആവട്ടെ. ഓക്കെ, വിടാമുയർച്ചി സിനിമ കുറച്ച് ഡിലേ ആകും എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം വേറെ ഏതൊക്കെയോ സിനിമകൾ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കുറച്ച് ലൈക്ക പ്രൊഡക്ഷൻസ് മാറുന്നൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് മാറുന്നു, പ്രൊഡക്ഷൻ വേറെ ടീം ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ. പ്രൊഡക്ഷൻ എന്തായാലും മാറുന്നില്ല. കാരണം ഒരു എന്താ പറയാ, പകുതിയിലേറെ അല്ലെങ്കിൽ ഒരു 75% എങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് എന്തായാലും പ്രൊഡക്ഷൻ മാറാൻ ചാൻസ് ഡിലേ ആവും എന്നുള്ളതാണ്. പക്ഷേ ഇത് അനൗൺസ് ചെയ്യാൻ നേരത്ത് ഏറ്റവും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അജിത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഷൂട്ട് തീർക്കുന്ന സിനിമ. ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയായിരുന്നു. എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പല കാര്യങ്ങൾക്കും മാറ്റം വന്നേക്കാം. തങ്കലാൻ വീണ്ടും മാറി. തങ്കലാൻ സിനിമ ഏപ്രിലേക്ക് എത്തും എന്നുള്ളതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മാറും, വൈകും, മെയ്യിലേക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ തന്നെ. ഇലക്ഷൻ നന്നായിട്ട് സിനിമകളെ ബാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പവി കെയർ ടേക്കർ അതിനൊക്കെ പ്രശ്നം തന്നെ മാറ്റുമായിരിക്കും. 26-ന് കൃത്യം കറക്റ്റ് 26-ാം തീയതി ഇലക്ഷൻ മാറ്റായിരിക്കും. അടുത്തത് ഗോട്ട്, the greatest of all time സിനിമയുടെ ഒരു അപ്ഡേറ്റ്. സിനിമയെ കുറിച്ചാണല്ലേ? നമ്മുടെ മെസ്സിനെ കുറിച്ചാണ്. ഈ സിനിമയുടെ അപ്ഡേഷൻ ഈ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവുമെന്ന് ഇതിന്റെ ഡയറക്ടർ വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ട്. ஷூட்டிங் ஆக்சுவலி ரொம்ப சீக்கிரம் வரணும். அதுக்கான ஒர்க்குகள் போயிட்டுருக்கு. கண்டிப்பாக வந்து ஒரு 1 வீக்குள்ளே வந்துடும் நினைக்கிறேன். ഒരാഴ്ചക്കുള്ളിൽ ഈ സൈഡ് കൊണ്ടാകുമ്പോൾ നീ ഈ സൈഡ് കൊണ്ടാകും. ഓക്കെ, RC16 സിനിമയുടെ രാംചരൻ്റെ കൂടെയാണ്. RC16ന്റെ ടൈറ്റിൽ ഏതാണ്ട് കൺഫേം ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. പെഡി എന്നായിരിക്കും. പട്ടി എന്നല്ല, പെഡി, PEDDI, പെഡി. എന്താ ഇതിൻ്റെ അർത്ഥം? അത് അവരോട് തന്നെ ചോദിക്കണം, എന്നോട് ചോദിച്ചാൽ ഞാൻ അവിടെ ഒന്നും പറഞ്ഞുതരും. എന്തോ നാടേ, എന്ത് പേരാണ് ഇത്? പെഡി വാട്ട് ഈസ് ദിസ്? പെട്ടി
പെട്ടി അറിയില്ല. എന്തായാലും മാർച്ച് 20 അല്ലേ? മാർച്ച് 20 ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം. പെട്ടി തന്നെയാണോ എന്നുള്ളത്. പെട്ടി എന്ത് പേരത്? അടുത്തത് ബ്രഹ്മയുഗം. സിനിമയില് എല്ലാവർക്കും അറിയാം ഒരു ഞെട്ടിച്ചൊരു സാധനമായിരുന്നു ചാത്തൻ. ചാത്തന്റെ വരവും ചാത്തന്റെ നോട്ടവും ചാത്തൻ പാവമാവുന്ന സമയവും അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ശരിക്കും ചാത്തനെ അങ്ങോട്ട് വല്ലാണ്ടൊരു ഇഷ്ടപ്പെട്ടു പോകുന്നു. അത് കൊടുത്തയാളുടെ പേര് പ്രീതി ഷീൽ സിംഗ്. ആള് മറ്റേ നാഷണൽ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് എന്താ അറിയോ, ആ സ്റ്റെയറിന്റെ അടിയിൽ പോയിരുന്നുണ്ട്. കണ്ണും കൂടെ നമുക്ക് ശരിക്കും ആ സമയത്ത് നമുക്ക് പാവം തോന്നും. എന്നാ ചാത്തൻ ഇത് ആർക്ക് കിട്ടും, ആരിലേക്ക് പ്രവേശിക്കണം എന്നുള്ള രീതിയിലുള്ള നോട്ടാണ് നോക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പാവം തോന്നുമായിരുന്നു. ശരിക്ക് പാവം തന്നെയാണ്. കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടല്ലോ ചാത്തൻ. കാരണം ചാത്തനാണ് ഈ അടിമത്തം ശരിക്കും ആദ്യം അനുഭവിച്ചത്. ഇപ്പൊ ചാത്തൻ ഒരു പാവമാണ് ശരിക്കും. അതായത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ജാതി വെറി, നമ്മുടെ ഏകാധിപത്യ സ്വഭാവം, അതിനനുസരിച്ചാണ് ഈ ചാത്തൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചാത്തൻ നെഗറ്റീവായിട്ട് പ്രതികരിക്കുള്ളൂ. ആ സ്വഭാവം കാണിക്കും. അർജുന അശോകന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ എന്തോ വരുന്നുണ്ടല്ലോ, അതിന് മുമ്പ് തീർക്കണം. ഓക്കെ, അടുത്ത കിഴി ഫാമിലി സ്റ്റാർ വിജയ് ദേവരകൊണ്ട, മൃണാൾ താക്കൂർ. ഇവർ രണ്ടുപേരും മെയിൻ കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് റാപ്പഡ്. അപ്പോൾ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ പോവാണ്. പക്ഷെ എന്നാലും താടി ഇല്ലാഞ്ഞിട്ടൊരു നോക്കി കമന്റ് വരുന്നത് കണ്ടോ? ഞാൻ ഒന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. സ്നേഹമുള്ളവർ പറയില്ലടാ, സ്നേഹമുള്ളവർ നല്ലത് വരണമെന്നേ ചിന്തിക്കുള്ളൂ. നല്ലതല്ല, ഇതിന് മുൻപുള്ളത് നല്ലതായിരുന്നു. ഒരിക്കലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാ നീ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ അങ്ങ് മാറി കിട്ടും. മനസ്സിലായോ? മര്യാദക്ക് മറ്റേ കോലത്ത് വന്നോ? വിഗ്നിയ പൈസ തരാം. ഇത് കാണണ്ട, വെച്ചുപിടിപ്പിച്ചോ? എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും ചെയ്തിട്ട് വാ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ഇന്നലെ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വന്നു. ഞാൻ പറഞ്ഞാട്ടോ, ഒന്നും വേറെ കോലത്തിലെങ്ങാനും വന്ന ഓടിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലേ, വെറൈറ്റി പിടിച്ചിട്ടേ ഞാൻ വരുള്ളൂ. നല്ല വെറൈറ്റി ആക്കണം.